ഭാരത് മാതാ ചിത്ര വിവാദത്തിൽ നിലപാട് ഘടിപ്പിച്ച സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ദേശീയ പതാക ഉയർത്തി. ഭാരതാംബയെ ദേശീയ പതാകയേക്കാൾ വലുതായി ഗവർണർ ചിത്രീകരിക്കുകയാണെന്ന് ബിനോയ് വിശ്വം. മന്ത്രിമാരുടെ മാനസികാവസ്ഥയെ വിമർശിച്ച ഗവർണർക്ക് മറുപടിയുമായി റവന്യൂ മന്ത്രി കെ രാജൻ. ആർഎസ്എസ് ചിഹ്നത്തിൽ നിലവിളക്ക് തെളിയിക്കാൻ ഇടതു മന്ത്രിമാരെ കിട്ടില്ല മന്ത്രി. ത്യാഗസ്മരണയിൽ മുസ്ലിം വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മാറ്റിവെക്കൽ രൂപപ്പെട്ടു. തൃശൂർ കോർപ്പറേഷൻ ഡിവിഷനുകളിലെ വഴിയോരങ്ങളെല്ലാം കാട് പിടിച്ച ഇഴജന്തുക്കളുടെ താവളമായി മാറി. പുല്ലുവെട്ടി യന്ത്രങ്ങൾ കേടായതിനാൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നിലച്ചതായി ആക്ഷേപം. ഡിവിഷനുകളിലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ പാളി. വാഹനാപകടത്തിൽ പരിക്കേറ്റ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടൻ ഷൈൻ ടോൺ ചാക്കോയുടെയും അമ്മയുടെയും ആരോഗ്യനില തൃപ്തികരം. ഷൈനിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കാണാമറയത്ത്. 5 ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് യാതൊരു വിവരവും ലഭിച്ചില്ല. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ഭാരത് മാതാ ചിത്ര വിവാദത്തിൽ നിലപാട് ഘടിപ്പിച്ച സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ദേശീയ പതാക ഉയർത്തി. ഭാരതാംബയെ ദേശീയ പതാകയേക്കാൾ വലുതായി ഗവർണർ ചിത്രീകരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരത് മാതാ ദേശസ്നേഹത്തിന്റെ പ്രതീകമാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ആർഎസ്എസിന്റെ കൊടി പിടിച്ചു നിൽക്കുന്നതല്ല ഭാരത് മാത. പ്രകൃതിയും ദേശസ്നേഹവും ചേർന്നതാണത്. ഗവർണർക്ക് ആർഎസ്എസിന്റെ നയങ്ങളാണോ ഭരണഘടനയാണോ വലുതെന്ന് ബിനോയ് വിശ്വം ചോദിച്ചു. ഉത്തരവാദപ്പെട്ട പദവിയിലിരിക്കുന്ന ഗവർണർ ബഹുമാനിക്കേണ്ടത് ഭരണഘടനയാണ്. സിംഹത്തിന്റെ പുറമേറി കാവിക്കൊടി പിടിക്കുന്ന രൂപമായ ഭാരതാംബയെ അംഗീകരിക്കാനാകില്ലെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. ഭരണഘടനാ പദവിയായ ഗവർണർ സ്ഥാനം വഹിക്കുന്ന ഒരു മനുഷ്യൻ വലിയ പദവിയുടെ ചുമതലയെപ്പറ്റിയും കടമയെപ്പറ്റിയും ബോധ്യമുള്ളതാൾ അത്തരം ശാഠ്യം പിടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വളരെ വിനയപൂർവ്വം കേരളത്തിൻ്റെ കൃഷിമന്ത്രി പറഞ്ഞത്, ആ വ്യവസ്ഥയ്ക്കെല്ലാം മുമ്പിൽ തലകുനിച്ചുകൊണ്ട് ഈ പരിപാടി അവിടെ നടത്താവൂ എന്ന വ്യവസ്ഥയുണ്ടെങ്കിൽ, വാശിയുണ്ടെങ്കിൽ ഞങ്ങൾ വിനയപൂർവ്വം പിന്മാറുന്നുവെന്ന് പറഞ്ഞു. ആ പരിപാടി കൃഷിമന്ത്രി നടത്തിയത്, ഗവൺമെൻറ് നടത്തിയത് നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് വെച്ച്, ആ കോമ്പൗണ്ടിൽ വെച്ചാണ്. ഭാരത് മാത എന്ന് പറഞ്ഞാൽ ജനങ്ങളാണെന്ന നെഹ്റുവിന്റെ ആശയവും സിപിഐ ഓർമ്മിപ്പിക്കുന്നു. സിപിഎമ്മും സിപിഐയും ഈ വിഷയത്തിൽ ഒന്നിച്ചാണെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. TCV ന്യൂസ്, തൃശൂർ. ബിജെപിയുടെയും ആർഎസ്എസിന്റെയും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള കരുനീക്കത്തിലൂടെ കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ AITUCയുടെ 16ാം സംസ്ഥാന സമ്മേളനം തൃശൂർ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഹകരണ മേഖല നേരിടുന്ന പ്രതിസന്ധിയും വെല്ലുവിളികളും ചെറുതല്ല. അതിൻ്റെ എല്ലാം മുമ്പിൽ ലക്ഷ്യബോധമറ്റ പ്രവർത്തനത്തിൻ്റെ ഊറുറ്റ പാത നടപ്പിലാക്കാനായി KCUCക്ക് ഇന്നുള്ള കരുത്ത് പോരാ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് മുൻകാലങ്ങളിലെ പോലെ തന്നെ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും വേറെ വന്നേക്കാമെന്നറിഞ്ഞുകൊണ്ട് നാം പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ പങ്ക് നിറവേറ്റുമെന്ന പ്രതിജ്ഞയുമായിട്ടാണ് ഇവിടെ ഇപ്പോൾ കൂടിയിരിക്കുന്നത്. സഹകരണ മേഖലയുടെ ലക്ഷ്യങ്ങൾ കണക്കിലെടുക്കാതെ സമ്പന്നരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത്. ഇവ കേരളത്തിലെ സഹകരണ മേഖലയുടെ മുകളിലുള്ള ഡെമോക്ലീസിന്റെ വാളാണ്. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിലെ സമ്പന്നരുടെ ആർത്തി പൂണ്ട കൊള്ളയ്ക്ക് സുതാര്യതയും വിശ്വാസ്യതയും കെട്ടുറപ്പും മുഖമുദ്രയായ നമ്മുടെ സഹകരണ പ്രസ്ഥാനം ഇരയാകാതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്നും ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ KK വത്സരാജ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ, AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ, മഹിളാ സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീല വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. മന്ത്രിമാരുടെ മാനസികാവസ്ഥയെ വിമർശിച്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് മറുപടിയുമായി റവന്യൂ മന്ത്രി കെ രാജൻ. RSS ചിഹ്നത്തിൽ നിലവിളക്ക് തെളിയിക്കാൻ ഇടതു മന്ത്രിമാരെ കിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. RSSന്റെ ചിഹ്നങ്ങളെ രാജ്യത്തിന്റെ അടയാളങ്ങളാക്കി മാറ്റാൻ ഗവർണർ ശ്രമിക്കുകയാണ്. രാഷ്ട്രീയ പരീക്ഷണശാലയായി രാജ്ഭവൻ മാറരുത്. മന്ത്രിമാരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ഗവർണർ എവിടെയും ട്യൂഷന് പോകേണ്ട. 142 കോടി ജനങ്ങളുടെ മതേതര മനസ്സാണ് മന്ത്രിമാരുടേത്. മന്ത്രിമാർക്ക് ഭരണഘടനയുടെ മാനസികാവസ്ഥയെന്നും കെ രാജൻ കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കാത്തതോ ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കാത്തതോ ആയ ഭാരതാംബയുടെ ചിത്രം മാത്രമല്ല, ഏതു തെറ്റായ ചിഹ്നങ്ങളെ അവതരിപ്പിച്ചാലും അതിൻ്റെ മുമ്പിൽ ചെന്ന് നിലവിളക്ക് കൊളുത്താൻ ഇടതുപക്ഷ മന്ത്രിമാരെ കിട്ടില്ല. വേറെ ഒരു തർക്കവും ആ കാര്യത്തിലില്ല.
അതിന് ഇവിടെ നോക്കണ്ട, ഈ സ്ഥലം വേറെയാണ്. ഇത് കേരളം എന്ന വളരെ മതനിരപേക്ഷ മൂല്യങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ലോകത്തിനു മാതൃകയായ ഒരു കേന്ദ്രമാണ്. അത് അദ്ദേഹത്തിന് അറിയുമായിരിക്കും. ആ നിലവാരത്തിൽ അദ്ദേഹം തുടർന്ന് പെരുമാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഗവർണറും സർക്കാരും തമ്മിലൊരു തർക്കമില്ല. ഗവർണർക്കും സർക്കാരിനും ഭരണഘടന അതിൻ്റെ സ്ഥലങ്ങളെ വീതിച്ച് നൽകിയിട്ടുണ്ട്, അധികാരങ്ങളെ വീതിച്ച് നൽകിയിട്ടുണ്ട്. ആ അധികാര പരിധി എപ്പോഴാണോ തെറ്റായി ഉപയോഗിക്കുന്നത് അപ്പോഴാണ് ഗവൺമെൻറ്റും ഗവർണറും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. അത് ഗവർണർ എന്ന പദവി ഉപയോഗിക്കുന്ന ആർലേക്കറുമായിട്ടുള്ള തർക്കമല്ല. അത് ആ പദവി ഭരണഘടന പറയും പോലെ നിർവഹിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാലത്ത് അത് ഉറക്കെ പറയാൻ, മതനിരപേക്ഷതയെ ഹനിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുന്നൊരു ഘട്ടത്തിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന അത് അടിസ്ഥാന മൂല്യമായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനും ആ മുന്നണിക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ബഹുമാനപ്പെട്ട ഗവർണറെ ഉപയോഗിക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഫെഡറൽ മര്യാദകളോടും ജനാധിപത്യ മര്യാദകളോടും നിയമനിർമ്മാണ സഭകളോടും ഏതെങ്കിലും വിധത്തിലുള്ള എതിർപ്പ് രേഖപ്പെടുത്താനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കരുത്. ഭരണഘടന അതിൻ്റെ അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അവകാശങ്ങളെല്ലാം ഗവർണർക്ക് നൽകും. ഭരണഘടന കൊടുക്കുന്ന എല്ലാ ബഹുമാനങ്ങളും ഇനിയും ഗവർണർക്ക് കൊടുക്കും. പക്ഷെ ഗവർണറും ഭരണഘടനയ്ക്കകത്ത് നിൽക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നടക്കുന്നത് ഗവർണർ സർക്കാർ പോരല്ല. ഭരണഘടനയുടെ ഭാഗമായതിനാൽ ഗവർണറെ മാനിക്കും. പക്ഷേ ഗവർണർ ഉയർത്തിപ്പിടിക്കേണ്ടത് ഭരണഘടനയാണെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. TCV ന്യൂസ്, തൃശൂർ. ത്യാഗസ്മരണയിൽ മുസ്ലിം വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. ആത്മസമർപ്പണത്തിന്റെ ആഘോഷമാണ് ഓരോ വിശ്വാസിക്കും ഈ വലിയ പെരുന്നാൾ ദിനം. പരിപൂർണമായ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സഹനത്തിന്റെയും ആഘോഷമാണ് ബലിപ്പെരുന്നാൾ. ദൈവപ്രീതിക്കായി ഏറ്റവും വിലപ്പെട്ടതുപോലും ത്യജിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്ന വിശ്വാസ തീക്ഷ്ണതയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. രാവിലെ പുതുവസ്ത്രം അണിഞ്ഞും അത്തർ പൂശിയും വിശ്വാസികൾ പള്ളിയിലെത്തി. തുടർന്ന് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം പരസ്പരം ആലിംഗനം ചെയ്തും മധുരം വിതരണം ചെയ്തും സ്നേഹം പങ്കുവച്ചു. സ്നേഹത്തിനും സഹനത്തിനും ശാന്തിക്കുമായുള്ള പ്രാർത്ഥനകളാൽ പള്ളികളും ഈദ്ഗാഹുകളും മുഖരിതമായി. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. തൃശൂർ സിറ്റി സെന്ററിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് തൃശൂർ ശക്തൻ ഹിറ മസ്ജിദ് ചീഫ് ഇമാം അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ നേതൃത്വം നൽകി. ചെട്ടിയങ്ങാടി ജുമാ മസ്ജിദിൽ നടന്ന നിസ്കാരത്തിന് പള്ളി ഇമാം PK ഇബ്രാഹിം ഫല്ലാഹി നേതൃത്വം നൽകി. തൃശൂർ കോർപ്പറേഷനിലെ പുല്ലുവെട്ട് യന്ത്രങ്ങളെല്ലാം കേടായി കിടക്കുന്നതിനാൽ ഡിവിഷനുകളിലെ വഴിയോരങ്ങളെല്ലാം കാട് പിടിച്ച ഇഴജന്തുക്കളുടെ താവളമായി മാറി. കോർപ്പറേഷന്റെ അനാസ്ഥ മൂലം ഡിവിഷനുകളിലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളും അവതാളത്തിലായതായി ആക്ഷേപം. സാധാരണഗതിയിൽ മഴക്കാലത്തിന് മുന്നോടിയായി കോർപ്പറേഷന്റെ ഓരോ ഡിവിഷനിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടത്താറുണ്ട്. ഇത്തവണ ഇക്കാര്യത്തിൽ പുരോഗതിയുണ്ടായില്ല. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിന് ഇരുവശങ്ങളിലുമുള്ള പുല്ലുകളും കാടുകളും വെട്ടിത്തെളിച്ച് കാനകളെല്ലാം വൃത്തിയാക്കിയിടാറുണ്ടെങ്കിലും പുല്ലുവെട്ടിയന്ത്രം കേടായി കിടക്കുന്നതിനാൽ ഒരു ഡിവിഷനിൽ പോലും പുല്ലുവെട്ടി നീക്കാനുമായിട്ടില്ല. 150 പുല്ലുവെട്ട് യന്ത്രങ്ങളിൽ 5 ഒഴികെ ബാക്കിയെല്ലാം കേടായിട്ട് നാളേറെ ആയെങ്കിലും ഇത് നന്നാക്കിയെടുക്കാനുള്ള യാതൊരു നടപടിയും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതേസമയം പുതുതായി 100 പുല്ലുവെട്ട് യന്ത്രങ്ങൾ വാങ്ങാൻ ടെൻഡർ കൊടുത്തെങ്കിലും അതിൽ ഒന്നുപോലും ഇനിയും കോർപ്പറേഷന് കിട്ടിയിട്ടുമില്ല. ഇതിനാൽ തന്നെ റോഡ് സൈഡുകളിൽ ഒരാൾ പൊക്കത്തിൽ പുല്ല് വളർന്നത് പാമ്പുകളടക്കമുള്ള ഇഴജന്തുശല്യം രൂക്ഷമായിരിക്കുകയാണെന്ന് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ പറഞ്ഞു. ശുചിത്വം പാലിക്കുക എന്ന് കോർപ്പറേഷൻ മേയർ പറയുന്നുണ്ടെങ്കിലും എല്ലാ ഡിവിഷനിലും എല്ലാ വഴികളിലും പുല്ല് നിറഞ്ഞിരിക്കുകയാണ്. പുല്ലുവെട്ടി യന്ത്രം 150 കോർപ്പറേഷൻ്റെ ഉണ്ടെങ്കിലും അതിൽ 5 മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. 100 പുല്ലുവെട്ടി യന്ത്രത്തിന് കോർപ്പറേഷൻ ടെൻഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. 4 മാസമായി പുല്ലുവെട്ടി യന്ത്രം ഒരു ഡിവിഷനിലും വർക്ക് ചെയ്യുന്നില്ല. ഇതെല്ലാം ഭരണസമിതിയോടും ആരോഗ്യ കമ്മിറ്റി ചെയർമാനോടും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മേയറാണെങ്കിൽ ചെവി കൊള്ളുന്നില്ല. നാട് മുഴുവൻ പുല്ല് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷനിലെ എല്ലാ ഡിവിഷനിലും ഉള്ളത്. ക്ലീൻ സിറ്റിയുടെ ഭാഗമായും മഴക്കാലത്തിന് മുന്നോടിയായും എല്ലാ ഡിവിഷനിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും കാലിയായി കിടക്കുന്ന സ്ഥലങ്ങളിൽ പൂന്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്നും മേയർ നിരന്തരം ആഹ്വാനം ചെയ്യുമ്പോഴും ഇതിനുള്ള ഒരു സംവിധാനവും കോർപ്പറേഷൻ ഒരുക്കി നൽകുന്നില്ലെന്നാണ് കൗൺസിലർമാരുടെ ആരോപണം. TCV ന്യൂസ്, തൃശൂർ.
വാഹനാപകടത്തിൽ പരിക്കേറ്റ് തൃശൂർ സൺ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടൻ ഷൈൻ ടോൺ ചാക്കോയുടെ ആരോഗ്യനില തൃപ്തികരം. ഇന്നലെയാണ് സേലത്തിനടുത്ത് ധർമ്മപുരിയിൽ കാർ അപകടമുണ്ടായത്. അപകടത്തിൽ ഷൈനിന്റെ പിതാവ് ചാക്കോ തൽക്ഷണം മരിച്ചിരുന്നു. ഷൈനിനെ കൂടാതെ അമ്മ മരിയ കാർമലിനും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് തമിഴ്നാട്ടിലെ ആശുപത്രിയിൽ നിന്ന് തൃശൂരിലേക്ക് കൊണ്ടുവന്നത്. പിതാവ് ചാക്കോയുടെ മൃതദേഹം ജൂബിലി മിഷൻ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിദേശത്തുള്ള പെൺമക്കൾ ഇന്ന് രാത്രി എത്തും. ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ മുണ്ടൂരിലെ വസതിയിൽ പൊതുദർശനമുണ്ടാകും. തിങ്കളാഴ്ച രാവിലെ 10:30 തൃശൂർ മുണ്ടൂർ കർമ്മല മാതാവിൻ പള്ളിയിൽ സംസ്കാരം നടത്തും. അതേസമയം ഷൈനിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. ഷൈനിന് സംഭവിച്ചിരിക്കുന്ന പരിക്ക് ഗുരുതരമല്ലെന്നും ചെറിയ ശസ്ത്രക്രിയയുടെ ആവശ്യമേയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഷൈനിന്റെ പിതാവിന്റെ മരണം അമ്മയെ ഇതുവരെ അറിയിച്ചിട്ടില്ലെന്നും ഷൈനിന്റെ അമ്മയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒരു പ്രശ്നമില്ല. ഫ്രാക്ചറുണ്ട്. അത് സർജിക്കൽ ഇൻ്റർവെൻഷൻ വളരെ അത്യാവശ്യമാണ്. അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അമ്മ ഇതുവരെ അറിയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ പോലും അത് വളരെയധികം ശ്രദ്ധിക്കും. ഇന്നിപ്പോൾ രാത്രി 10:30 മണിയാകുമ്പോൾ ചേച്ചിമാർ 2 പേരും എത്തും. അത് കഴിഞ്ഞാൽ അവർക്ക് അച്ഛൻ്റെ കൂടെ കുറേ നേരം ഇരിക്കണമെന്നുള്ളതാണ്. തൃശൂർ മുണ്ടൂരിൽ കർണാടക ബസിന് പിന്നിൽ KSRTC ബസ്സിടിച്ച് 15 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് അപകടം നടന്നത്. KSRTC ബസ് ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. പരിക്കേറ്റവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രേംകുമാറിനെ കണ്ടെത്താനായില്ല. സംഭവം നടന്ന 5 ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് യാതൊരു വിവരവും ലഭിച്ചില്ല. ജൂൺ 2-നാണ് കൈതവളപ്പിൽ രേഖ, ഭാര്യ മാതാവ്, മണി എന്നിവരെ വാടക വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പ്രതിയെ വിവിധ സ്ഥലങ്ങളിൽ കണ്ടതായി പറഞ്ഞ് പലയിടങ്ങളിൽ നിന്ന് ഫോൺ കോളുകൾ വരുന്നുണ്ടെങ്കിലും പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. MBA യോഗ്യതയുള്ള പ്രേംകുമാറിന് വിവിധ ഭാഷകൾ അനായാസേന കൈകാര്യം ചെയ്യാൻ അറിയാം. പഴയന്നൂർ തെക്കേത്തറ കാക്കുളത്തിന്റെ സംരക്ഷണ ഭിത്തിയും ആൾമറയും തകർന്നു വീണു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. കുളത്തിന്റെ സംരക്ഷണ ഭിത്തി ഇളകി വെള്ളത്തിലേക്കും മതിൽ റോഡിലേക്കും വീണു. ആളപായമില്ല. കേരള കോൺഗ്രസ് എം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും കലാസാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന KJ ജെയിംസിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് KTUC മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം നടത്തി. മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. KTUC മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സാംസൺ ചിരിയങ്കണ്ടത്ത് അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായി TV ഹരിദാസൻ, OJ ഷാജൻ, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ബേബി നെല്ലിക്കുഴി, CT രാജു, ചലച്ചിത്ര താരങ്ങളായ ശിവജി ഗുരുവായൂർ, ടോഷ് ക്രിസ്റ്റി, മാത്യൂസ് പാവറട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. പഴയന്നൂർ പൊട്ടൻകോട് കുനാംപൊറ്റ വീട്ടിൽ അരുണിന്റെ ഭാര്യ 26 വയസ്സുള്ള രമ്യയാണ് മരിച്ചത്. ചികിത്സാ പിഴവ് ആരോപണവുമായി പന്നിത്തടത്തെ സ്വകാര്യ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. വ്യാഴാഴ്ച വൈകിട്ടാണ് രമ്യ ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. പ്രസവത്തിന് ശേഷം രമ്യയുടെ ആരോഗ്യസ്ഥിതി വഷളാവുകയായിരുന്നു. തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിന് മണിക്കൂറുകൾക്കകം മരിക്കുകയായിരുന്നു. YMCയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ SSLC പരീക്ഷയ്ക്ക് 100% വിജയം നേടിയ സ്കൂളുകൾക്കും +2-ന് മികവ് തെളിയിച്ച കോർപ്പറേഷന്റെ സ്കൂളുകളെയും ആദരിച്ചു. മേയർ MK വർഗീസ് ആദരം ഉദ്ഘാടനം ചെയ്തു. YMCA പ്രസിഡന്റ് ഷാജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, തൃശൂർ അതിരൂപത സഹായമെത്രാൻ ടോണി നീലങ്കാവിൽ, വൈസ് പ്രസിഡന്റ് ജോർജ് ചാണ്ടി, ട്രഷറർ ജോജു മഞ്ഞില, ജനറൽ സെക്രട്ടറി ജിൽസൺ ജോസ് എന്നിവർ സംസാരിച്ചു. ഈ 14 വർഷം മുമ്പ് നമ്മൾ പഠിച്ച വിദ്യാലയത്തിനകത്ത് 100 വിദ്യാലയം 100 മെയിൻ കൊയ്തുകളിലായിരുന്നു. ഇപ്പോഴും ആൾക്കൂടിയില്ല അദ്ദേഹത്തിന്റെ കൂടെ വന്നിരിക്കും. പലതരത്തിലും സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇനി വിദ്യാലയം അവർ മാനേജ്മെന്റിന്റെ അവിടെ തന്നെയാണ്. അപ്പൊ അവരോട് ഞങ്ങൾ ഒരു വാക്കേ പറഞ്ഞോളൂ, ഇത് വിൽക്കാനുള്ള കണ്ടീഷനിലാണെങ്കിൽ ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെയുള്ള വഴിയോര പഴ കച്ചവട കേന്ദ്രത്തിൽ തീപിടുത്തം. പഴവർഗ്ഗങ്ങളും രേഖകളും ജനറേറ്ററും കത്തിനശിച്ചു.
സുബൈർ വിവരങ്ങളുമായി ചേരുന്നു. സുബൈർ, തീപിടുത്തത്തിന് കാരണം വ്യക്തമായിട്ടുണ്ടോ? നിലവിൽ തീ അണയ്ക്കാൻ സാധിച്ചോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീ പൂർണ്ണമായും അണച്ചിരിക്കുകയാണ്. റെയിൽവേ മേൽപ്പാലത്തിന് താഴെ കൊളാടിപ്പടിയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഉച്ചയ്ക്ക് 1:30 സംഭവം. 20 വർഷത്തോളമായി മേൽപ്പാലത്തിന് താഴെ പഴക്കച്ചവടം നടത്തുന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇതിന് ഉടമ ചന്ദനത്തിരി കത്തിച്ചു വെച്ചിരുന്നു. ഇതിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് കരുതുന്നത്. ഉച്ചയ്ക്ക് 1:30 വലിയ രീതിയിലുള്ള പുക വന്നെങ്കിലും ഉടമ ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. വഴിയാത്രക്കാരാണ് ഉടമയെ തീപിടിച്ച കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. തുടർന്ന് വഴിയാത്രക്കാരുടെ സഹായത്തോടെ തീ അണക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ അനുബന്ധ സാധനങ്ങളും ജനറേറ്ററും എല്ലാം കത്തി നശിച്ചു. 1 ലക്ഷം രൂപയിലധികം നഷ്ടം സംഭവിച്ചതായാണ് ഉടമ അറിയിച്ചിരിക്കുന്നത്. റോഡിനോട് ചേർന്ന് നിരവധി വാഹനങ്ങളും മറ്റും പോയിരുന്നതാണ്. പക്ഷേ വളരെ ഫയർഫോഴ്സ് എത്തി തീ അണച്ചതിനാൽ മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല. വിറ്റി. ശരി, സുബൈർ വിവരങ്ങൾ നൽകിയതിന്. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെയുള്ള വഴിയോര പഴ കച്ചവട കേന്ദ്രത്തിൽ തീപിടുത്തം. ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി പൂർണ്ണമായും തീ അണച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കച്ചവടം നടത്തുന്നയാൾ കടയിൽ ചന്ദനത്തിരി കത്തിച്ചു വെച്ചിരുന്നു എന്ന് പറയുന്നു. അതിൽ നിന്നാകാം ഒരുപക്ഷെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. എന്തായാലും 1 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. വിവരങ്ങളാണ് സുബൈർ ഗുരുവായൂരിൽ നിന്നും നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. വേലൂർ സ്വദേശി ദുബായിൽ അപകടത്തിൽ മരിച്ചു. പോളിന്റെ മകൻ 29 വയസ്സുള്ള ഐസക്കാണ് മരിച്ചത്. ജുമേരോ ബീച്ചിൽ സ്കൂബ ഡൈവിംഗ് ചെയ്യുന്നതിനിടയിൽ ഓക്സിജന്റെ ലഭ്യത കുറവ് മൂലം ഹൃദയാഘാതം സംഭവിച്ചാണ് മരണമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. ഐസക്കിന്റെ ഭാര്യയും സഹോദരനും ഒപ്പമുണ്ടായിരുന്നു. ഓക്സിജൻ ലഭിക്കാതെ ശ്വാസതടസ്സം നേരിട്ട് ഇവർ ദുബായിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊണ്ടാടി സ്വദേശിയായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. കിഡ്നി രോഗം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീട്ടിക്കുന്ന് കോളനി 6-ാം വാർഡിൽ താമസിക്കുന്ന സജിയാണ് ചികിത്സാ സഹായം തേടുന്നത്. ആഴ്ചയിൽ 3ഓളം ഡയാലിസിസ് ആവശ്യമാണ്. എത്രയും വേഗം കിഡ്നി മാറ്റിവെക്കണമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. എനിക്ക് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഫണ്ടൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ കൂട്ടുകാരും പിന്നെ നാട്ടുകാരിലൂടെ സഹായിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തികയില്ല. 10 ലക്ഷം രൂപ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീട്ടിലെ വരുമാനം ഞാൻ കൊണ്ടുവന്ന വരുമാനം കൊണ്ടാണ് ജീവിച്ചിരുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇലക്ട്രീഷ്യനായ സജിയുടെ വരുമാനമാണ് ഭാര്യയും 2.5 വയസ്സുള്ള മകനുമടക്കമുള്ള കുടുംബത്തിന്റെ ഏക ആശ്രയം. സർജറിക്കും തുടർ ചികിത്സയ്ക്കും വരുന്ന 10 ലക്ഷം രൂപയുടെ ചിലവ് ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറത്താണ്. 10 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നത് നമുക്കൊരു മാർഗമില്ല. 2.5 വയസ്സായൊരു മോനുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കൂടി അവനാണ്, എൻ്റെ മോനാണ് ഞങ്ങളെ സഹായിക്കാനുള്ളത്. അവൻ ഈ അവസ്ഥ വന്നു. വീടൊക്കെ ജപ്തിയിലാണ്. എനിക്കെൻ്റെ കുട്ടിക്കും വേറെ ആരുമില്ല. ഇയാളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ കൊണ്ടാഴി ശാഖയിലുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ അക്കൗണ്ട് നമ്പറിലേക്കോ ഗൂഗിൾ പേ വഴിയോ സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, ചേലക്കര. CPI നേതാവും KPMS സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന MK ചാത്തപ്പനെ അനുസ്മരിച്ചു. പുല്ലൂറ്റ നായ്ക്കുളത്തുള്ള സ്മൃതി കുടീരത്തിൽ CPIയുടെ നേതൃത്വത്തിലും KPMSന്റെ നേതൃത്വത്തിലും പുഷ്പാർച്ചന നടന്നു. VR സുനിൽകുമാർ MLA, ജില്ലാ കമ്മിറ്റി അംഗം CC വിപിനചന്ദ്രൻ, സുമാ ശിവൻ, CK രാമനാഥൻ, MC അജയ് ഘോഷ് എന്നിവർ പങ്കെടുത്തു. KPMS സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ സംസ്ഥാന ട്രഷറർ CA ശിവൻ, വൈസ് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് KT ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ 1500-ൽ പരം തിരുശേഷിപ്പുകളുടെ പൊതുദർശനവും വണക്കവും ആരംഭിച്ചു. ശതോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ചാണ് സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് പോളിന്റെ നേതൃത്വത്തിൽ തിരുശേഷിപ്പുകളുടെ പൊതുദർശനം ഒരുക്കിയത്. അതിരൂപതാ സഹായം മെത്രാൻമാർ ടോണി നീലങ്കാവിൽ പൊതുദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വികാരി ഫാദർ ജോർജ് എടക്കളത്തു, സഹവികാരി ഫാദർ ജാക്സൺ തെക്കേക്കര, സെന്റ് വിൻസെന്റ് പോൾ പ്രസിഡന്റ് ബ്രദർ അഭിലാഷ് ആന്റണി, സെക്രട്ടറി ബ്രദർ ജോജു മഞ്ഞളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞായറാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെ വിശ്വാസികൾക്ക് തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കും.
വരന്തരപ്പള്ളി വെട്ടിങ്ങപ്പാടം സ്വദേശിയായ യുവതിയെ കാണുവാനില്ലെന്ന് പരാതി. വെട്ടിങ്ങപ്പാടം സ്വദേശി പാറക്കൽ വീട്ടിൽ പ്രവീണിന്റെ ഭാര്യ ശീതളിനെയാണ് വെള്ളിയാഴ്ച രാവിലെ മുതൽ കാണാതായത്. ബന്ധുക്കളുടെ പരാതിയിൽ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു. വിവരം ലഭിക്കുന്നവർ വരന്തരപ്പള്ളി പോലീസുമായോ 7594005413 എന്ന നമ്പറിലോ അറിയിക്കുക. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ജീവൻ തിരികെ പിടിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. ആദ്യ ധനസഹായം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഏറ്റുവാങ്ങി. പുത്തൂർ പഞ്ചായത്ത് 6-ാം വാർഡ് സ്വദേശി പാണന്തറ വീട്ടിൽ ഗോപാലന്റെ മകൻ 29 വയസ്സുള്ള ശരത്താണ് സഹായം തേടുന്നത്. ട്രസ് വർക്ക് ജോലിക്കാരനായ ശരത്ത് 15 ദിവസം മുമ്പ് പുത്തൂരിൽ ജോലിക്കിടെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണതാണ് കുടുംബത്തിന്റെ ജീവിതതാളം തെറ്റിച്ചത്. കുടുംബത്തിന്റെ ഏക വരുമാനമാർഗമായിരുന്നു ശരത്ത്. വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഓപ്പറേഷനും മറ്റു ചികിത്സയ്ക്കുമായി ഏകദേശം 30 ലക്ഷത്തോളം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ബൈപ്പാസ് സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്ന പിതാവ് ഗോപാലന് ഈ തുക വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. അമ്മ കുമാരിയും 2 പെൺമക്കളും ഉൾപ്പെടുന്ന നിർധനരായ കുടുംബമാണ് ശരത്തിന്റേത്. ഇതോടെയാണ് മകന്റെ ജീവൻ തിരികെ പിടിക്കാൻ കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ഇതിനായി ശരത്ത് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് തുക കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. മാന്നാമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ചികിത്സാ സഹായ സമിതിയുടെ രക്ഷാധികാരി കൂടിയായ മന്ത്രി കെ രാജൻ ആദ്യ സഹായത്തുക ഏറ്റുവാങ്ങി. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, വാർഡ് മെമ്പർ ഷാജി വാരപ്പെട്ടിയിൽ, കൺവീനർ സുഭാഷ് ചുള്ളിപ്പറമ്പിൽ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ റെജി ജോർജ്, TS മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ശരത്തിനെ സഹായിക്കാൻ കഴിയുന്നവർ ശരത്ത് ചികിത്സാ സഹായ സമിതിയുടെ പേരിൽ കനറ ബാങ്കിന്റെ പട്ടിക്കാട് ബ്രാഞ്ചിലെ 1124360739 എന്ന അക്കൗണ്ട് നമ്പറിലോ 7025737044 എന്ന ഗൂഗിൾ പേ നമ്പറിലോ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. TCV തൃശൂർ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. തലോർ മില്ലേനിയം യൂത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സൗജന്യ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് സമാപിച്ചു. സമാപന ചടങ്ങ് തലോർ ആശ്രമ പ്രിയോർ ഫാദർ ആന്റണി മേലത്തിപ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ലിജോ തട്ടിൽ അധ്യക്ഷത വഹിച്ചു. ആനന്ദ് ബാബു, പ്രമോദ്, സനൽ, ടൂർണമെന്റ് സ്പോൺസർ ജോബി, ക്ലബ്ബ് സെക്രട്ടറി ശിവകുമാർ എന്നിവർ സംസാരിച്ചു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫെറോന ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ വർഗീസ് കുത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. ഫാദർ അഡ്വിൻ ഐനിക്കൽ, ഫാദർ തേജസ് കുന്നംപിള്ളിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. കൈക്കാരന്മാരായ സെബി വലച്ചിറക്കാരൻ, പോൾ കുണ്ടുകുളം, ആന്റണി ചുങ്കത്ത്, റാഫി ചെമ്മനം എന്നിവർ നേതൃത്വം നൽകി. ജില്ലയിൽ വിവിധ മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മതപണ്ഡിതർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഇമാം ഡോക്ടർ സലീം നദവി നിസ്കാരത്തിന് നേതൃത്വം നൽകി. അബ്ദുൽ അസീസ് നിസാമി സന്ദേശം നൽകി. മുതുവട്ടൂർ രാജാഹാളിൽ നടന്ന നിസ്കാരത്തിന് ഖത്തീബ് സുലൈമാൻ അസരി നേതൃത്വം വഹിച്ചു. ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരം ഗ്രൗണ്ടിൽ നടന്ന ഈദ്ഗാഹിൽ മുനീർ വരന്തരപ്പിള്ളിയും എടക്കഴിയൂർ ജുമാ മസ്ജിദിൽ മുഹമ്മദ് ദാരിമി അരിമ്രയും നേതൃത്വം നൽകി. മണത്തല ജുമാ മസ്ജിദിൽ കമറുദ്ദീൻ ബാദുഷാ തങ്ങളും ചാവക്കാട് ടൗൺ ജുമാ മസ്ജിദിൽ ഹംസ സക്കാഫിയും നിസ്കാരത്തിന് നേതൃത്വം നൽകി. ചാവക്കാട് ജലാലിയ മസ്ജിദിൽ നൌഷാദ് സുഹരി, ബ്ലാങ്ങാട് ജുമാ മസ്ജിദിൽ ഷിഹാബ് ബാഗവി കാങ്കൂൽ, അഞ്ചങ്ങാടി ജുമാ മസ്ജിദിൽ ഫാരിസ് മംനൂൻ ഫൈസി എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം കൊപ്രാക്കളം ജാമിയ ബുസ്താൻ ക്യാമ്പസിൽ നടന്ന ഈദ്ഗാഹിന് ആസിഫ് ഇസ്ലാഹി ആലുവ നേതൃത്വം നൽകി. കാളമുറി മസ്ജിദുൽ മുബാറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം MI അബ്ദുൾ ജലീലും
കാളമുറി മസ്ജിദു സഫയിൽ സിറാജുദ്ദീൻ നിസാമി ചെറുമുക്കും നേതൃത്വം നൽകി. മുനവർ സക്കാഫി ചങ്ങരംകുളം പെരുന്നാൾ സന്ദേശം നൽകി. എരുമപ്പെട്ടി മുഹീദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഖത്തീബ് അത്തീബുർ റഹ്മാൻ ബാഗവി നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് അബ്ബാസ് കാരങ്ങൽ പെരുന്നാൾ സന്ദേശം നൽകി. പഴവൂർ ഇലാഹിയ ജുമാ മസ്ജിദിൽ മഹല്ല് ഖത്തീബ് SMK തങ്ങൾ അൽ മുഗൈബിലി ദേശമംഗലം നേതൃത്വം നൽകി. അന്തിക്കാട് ജുമാ മസ്ജിദിൽ മഹല്ല് ഖത്തീബ് നൌഫൽ അദി നേതൃത്വം നൽകി. പഴവൂർ വെസ്റ്റ് ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഖത്തീബ് ഷാഹുൽ ഹമീദ് ദാരിമി നേതൃത്വം നൽകി. പാടൂർ ജുമാ മസ്ജിദിൽ മഹല്ല് ഖത്തീബ് അബ്ദുറഹ്മാൻ അൽ ഖാസിമി നേതൃത്വം നൽകി. പാവറട്ടി ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന വലിയ പെരുന്നാൾ നമസ്കാരത്തിന് ഖത്തീബ് ഖാലിദ് സആദി നേതൃത്വം നൽകി. മാള മുഹീദ്ദീൻ ജുമാ മസ്ജിദിൽ ഇമാം സുബൈർ മന്നാനിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. മഹല്ല് പ്രസിഡന്റ് AA അഷ്റഫ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ജുമാ മസ്ജിദിൽ പെരുന്നാൾ നിസ്കാരത്തിൽ ആസാദിഖ് സഹദി പൊന്നാനി നേതൃത്വം നൽകി. വരവൂർ ജുമാ മസ്ജിദിൽ ഹക്കീം ബദരി, ഓട്ടുപാറ കേന്ദ്ര ജുമാ മസ്ജിദിൽ അമീർ അസ്ഹരി, ഓട്ടുപാറ ടൗൺ മസ്ജിദിൽ ഉമർ സഹദി എന്നിവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം TCV ന്യൂസ് തൃശൂർ. പെരുന്നാൾ ദിനത്തിൽ ആരാധനാലയ കമ്മിറ്റികൾക്ക് സ്നേഹവിരുന്നൊരുക്കി പഴുവിൽ വെസ്റ്റ് ജുമാ മസ്ജിദ് കമ്മിറ്റി. ബലിപ്പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായാണ് പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന ചർച്ച് കമ്മിറ്റിക്കും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ഉപദേശക സമിതിക്കും മസ്ജിദിൽ വിരുന്നൊരുക്കിയത്. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം നടന്ന സ്നേഹവിരുന്നിന്റെയും സൌഹാർദ്ദ കൂട്ടായ്മയുടെയും ഉദ്ഘാടനം ജുമാ മസ്ജിദ് ഖത്തീബ് ഷാഹുൽ ഹമീദ് ദാരിമി നിർവഹിച്ചു. മഹല്ല് കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ സലാം കാക്കേരി അധ്യക്ഷനായി. ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ്, പഴുവിൽ സെന്റ് ആന്റണീസ് സ്കൂൾ അധ്യാപകൻ ഓസ്റ്റിൻ, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ VA നൂറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. അരിമ്പൂരിൽ കളിക്കൂട്ടുകാരുടെ കൂട്ടായ്മയുടെ 2ാം വാർഷികാഘോഷത്തിൽ സൗജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള 500 വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. വാർഡ് മെമ്പർ സുധാ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് സുഭാഷ് അരിമ്പൂർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KP മനു, VK മനോജ്, ഷലിൻ കുമാർ, CA അനൂപ് എന്നിവർ സംസാരിച്ചു. കവിയും കഥാകൃത്തുമായ AP നാരായണൻകുട്ടി രചിച്ച അവസ്ഥാന്തരങ്ങൾ എന്ന ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്തു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എഴുത്തുകാരി KP സുധീര നാടകകൃത്തും സംവിധായകനുമായ കാവിൽ രാജിന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. എഴുത്തുകാരൻ K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ K രഘുനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. ജോയ് ചിറമേൽ, മോഹൻദാസ് പാറപ്പുറത്ത്, സുദർശനം സുകുമാരൻ, P വിനോദ്, സാഹിതി കോർഡിനേറ്റർ അപർണ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കിഴുപ്പുള്ളിക്കര ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അരുതാത്ത ലഹരിക്കെതിരെ നാട് കൈകോർക്കുന്നു എന്ന സന്ദേശവുമായി കലാകായിക സാംസ്കാരിക വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം സംഘടിപ്പിച്ചു. ആക്ടിവിസ്റ്റും സിനിമാ താരവുമായ ജോലി ചെറിയത ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ TV അനിൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ TV ദീപു, അന്തിക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ N രാജേഷ്, ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ K സാജൻ, താനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ഫിലിം ഡയറക്ടർ ഋഷി സുരേഷ്, പഞ്ചായത്ത് മെമ്പർമാരായ CL ജോയ്, സതി ജയചന്ദ്രൻ, ഷൈനി ബാലകൃഷ്ണൻ, സമിതി ട്രഷറർ V ഗോകുൽ കൃഷ്ണ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കീഴ്പുള്ളിക്കര വില്ലേജിലെ 8, 9, 10, 11 വാർഡുകളിലെ SSLC+2 CBSE പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും വിവിധ തലങ്ങളിൽ കഴിവുകൾ തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. അന്നമ്മയോടൊന്നൂടെ ചേർന്നു നിന്നു കുടചൂടി എത്രയോ കുട്ടികൾ അന്നാ മുറ്റത്തു കൗതുകം. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ, വെള്ളി ഗ്രാമിന് 117 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,711 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ.
പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരത് മാതാ ചിത്ര വിവാദത്തിൽ നിലപാട് ഘടിപ്പിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ദേശീയ പതാക ഉയർത്തി. ഭാരതാംബയെ ദേശീയ പതാകയേക്കാൾ വലുതായി ഗവർണർ ചിത്രീകരിക്കുകയാണെന്ന് ബിനോയ് വിശ്വം. മന്ത്രിമാരുടെ മാനസികാവസ്ഥയെ വിമർശിച്ച ഗവർണർക്ക് മറുപടിയുമായി റവന്യൂ മന്ത്രി കെ രാജൻ. RSS ചിഹ്നത്തിൽ നിലവിളക്ക് തെളിയിക്കാൻ ഇടതുമന്ത്രിമാരെ കിട്ടില്ലെന്ന് മന്ത്രി. ത്യാഗസ്മരണയിൽ മുസ്ലിം വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. തൃശൂർ കോർപ്പറേഷൻ ഡിവിഷനുകളിലെ വഴിയോരങ്ങളെല്ലാം കാട് പിടിച്ച ഇഴജന്തുക്കളുടെ താവളമായി മാറി. പുല്ലുവെട്ട് യന്ത്രങ്ങൾ കേടായതിനാൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നിലച്ചതായി ആക്ഷേപം. ഡിവിഷനുകളിലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ പാളി. വാഹനാപകടത്തിൽ പരിക്കേറ്റ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടൻ ഷൈൻ ടോൺ ചാക്കോയുടെയും അമ്മയുടെയും ആരോഗ്യനില തൃപ്തികരം. ഷൈനിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കാണാമറയത്ത്. 5 ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് യാതൊരു വിവരവും ലഭിച്ചില്ല. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.